UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി 151 അംഗ കമ്മിറ്റിക്ക് കൺവെൻഷൻ രൂപം നൽകി. വെങ്ങണിശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ കൂടെ തന്റെ മുന്നണിയിലുള്ള മറ്റ് കക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ അംഗീകരിക്കാതെ പിണറായി വിജയൻ PM ശ്രീ ഒപ്പുവെച്ച് തിരിച്ചു വന്ന ഒരു കഥയാണ് നമ്മളൊക്കെ കണ്ടത്. അതിന് തലേ ദിവസം പോലും CPIയുടെ നേതാക്കൾ, മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, മുഖ്യമന്ത്രി നമുക്ക് PM ശ്രീ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്താണ്, നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി അഭിപ്രായം പറഞ്ഞ CPIയുടെ നേതാക്കളോട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ അവരുടെ മുമ്പിലേക്ക് വന്നിരുന്ന ഒരു മുഖ്യമന്ത്രിയെ ചതിയൻ എന്നല്ലാതെ വഞ്ചകൻ എന്നല്ലാതെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? പിന്നീട് അങ്ങോട്ട് അവരുടെ കൃത്യമായ ഇടപെടലുകൾ, അത് ഇപ്പോൾ നമുക്ക് അതിനെ വിശ്വസിക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഒരു അടവ് നയമായി ഇരട്ടത്താപ്പാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയായിരിക്കും പിണറായി വിജയന്റെ നിലപാട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വം മാത്രം കാക്കുന്ന മുന്നണി മര്യാദകൾ പോലും പാലിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിനും ഇനിയും നമ്മൾ എതിരായി വിധിയെഴുത്ത് നടത്തേണ്ടത്, അല്ലെങ്കിൽ വിധിയെഴുത്ത് നടത്തിയില്ലെങ്കിൽ അത് നമ്മുടെ നാടിന്റെ പതനത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും അതിനെതിരായി വിധി എഴുതുക തന്നെ വേണം. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, DCC സെക്രട്ടറി TK പൊറിഞ്ചു, സുനിൽ ലാലൂർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CK വിനോദ്, AP രാമകൃഷ്ണൻ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, ചേർപ്പ് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ, പാർലം പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരെ സോണിയാഗിരി ഷോൾ അണിയിച്ച് സ്വീകരിച്ചു.